സംഗീതജ്ഞനായിരുന്ന വി.എസ്. കൃഷ്ണൻ ഭാഗവതരുടെ 10ാം അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്ന സ്മൃതി സായാഹ്നം എം.എൽ.എ. കെ.ജെ. മാക്സി ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണൻ ഭാഗവതർ അവാർഡ് നേടിയ പ്രശസ്ത ഗായിക ലതികയ്ക്ക് എം.പി. ഹൈബി ഈഡൻ അവാർഡ് സമ്മാനിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരന്മാർക്ക് ആദരവായി 10,000 രൂപ വീതവും പ്രായമേറിയ കലാകാരന്മാർക്ക് ആരോഗ്യ പരിരക്ഷാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. സംഗീതജ്ഞനായിരുന്ന വി.എസ്. കൃഷ്ണൻ ഭാഗവതരുടെ 10ാം അനുസ്മരണത്തോടനുബന്ധിച്ച് പള്ളുരുത്തി ധന്വന്തരി ഹാളിൽ നടന്ന സ്മൃതി സായാഹ്നം എം.എൽ.എ. കെ.ജെ. മാക്സി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും വ്യത്യസ്തങ്ങളായ രീതിയിലൂടെയാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായിട്ടുള്ള വി കെ പ്രകാശനും വി കെ പ്രതാപനും മറ്റംഗങ്ങളും ചെയ്തു പോരുന്നത്. സംഗീത ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ളവരെ ആദരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശോഭ രവീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു. എല്ലാവരും മരിക്കല്ലേ? എല്ലാവരും മരിച്ച എല്ലാവരുടെയും മനസ്സ് ജീവിക്കുന്നുണ്ടോ? അങ്ങനെ മനസ്സ് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മരണമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ മരണമില്ലാതിരിക്കണമെങ്കിൽ ജീവിതകാലത്തിൽ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കർമ്മങ്ങൾ അതിനനുസരിച്ചാവും അങ്ങനെയൊരു പ്രശസ്തി ഉണ്ടാവുക. കൃഷ്ണൻ ഭാഗവതർ അവാർഡ് നേടിയ പ്രശസ്ത ഗായിക ലതികയ്ക്ക് എം.പി. ഹൈബി ഈഡൻ അവാർഡ് തുകയായ 25,000 രൂപയും ഉപഹാരവും സമർപ്പിച്ചു. പശ്ചിമ കൊച്ചിയെ സംബന്ധിച്ചൊരു പക്ഷേ ആനവാതിലെല്ലാം വരേണ്യവർഗത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ബ്രാഹ്മണ മഠങ്ങളിൽ മാത്രമുണ്ടായിരുന്ന കർണാടക സംഗീതം, കർണാട്ടിക് മ്യൂസിക് ജനകീയമാക്കുന്നതിൽ, സാധാരണക്കാർക്ക് ആക്സസബിൾ ആക്കുന്നതിൽ മാഷ് വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. ആ കൃഷ്ണൻ ഭാഗവതരുടെ സ്മരണയ്ക്ക് മുമ്പിലാണ് ഇന്ന് അർഹത എന്ന് പറയുന്നത്, ഏറ്റവും അർഹതയുള്ള ഒരു കലാകാരിക്ക്, നമ്മുടെ സ്വന്തം ലതിക ടീച്ചർക്കാണ് ഈ 10ാമത് അനുസ്മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരസ്കാരം നൽകുന്നത് എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഇപ്പം വി.എസ്. കൃഷ്ണൻ ഭാഗവത് സാർ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതേപോലെയായിരുന്നു എൻ്റെ അച്ഛൻ സദാശിവൻ ഭാഗവതർ. അദ്ദേഹം ഇതുപോലെ നന്നായി പാടുമായിരുന്നു, നന്നായി കമ്പോസ് ചെയ്യുമായിരുന്നു. ഈ ചലക്ക ഹാർമോണി എന്ന് പറഞ്ഞ സംഭവം അച്ഛനും അമ്മയൊക്കെ അന്ന് വായിച്ചിരുന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. സംഭവം ഞാൻ കണ്ടിട്ടില്ല. കലാകാരന്മാരായ ഹസനർ പള്ളുരുത്തി, കുമ്പളങ്ങി വിജയൻ, കെ.സി. ധർമ്മൻ, വൈക്കം അരുൺകുമാർ, മോളി കണ്ണമാലി എന്നിവർക്ക് 10,000 രൂപ വീതവും പ്രായമേറിയ 10 കലാകാരന്മാർക്ക് പരേതയായ തങ്കമ്മ കൃഷ്ണന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ ആരോഗ്യ പരിരക്ഷാ സഹായം 1000 രൂപ വീതം 12 മാസം നൽകുന്നതിന്റെ ആദ്യ ഗഡുവും നൽകി. കൗൺസിലർമാരായ ഷീബ ഡൂറോം, സോണി കെ ഫ്രാൻസിസ്, അനൂപ് തോപ്പുംപടി, ഇടക്കൊച്ചി സലിംകുമാർ, വി കെ പ്രകാശൻ, വി കെ പ്രതാപൻ, കെ വി സുധീർ രാജ്, ഇന്ദു ദീപക് എന്നിവർ സംസാരിച്ചു. കെ.എം. ധർമ്മൻ സരസ്വതി മെറ്റൽസിലെ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകിവരുന്ന വിദ്യാഭ്യാസ സഹായം നൽകി. നിധി കൃഷ്ണയുടെ ഭരതനാട്യവും ധ്വനി മ്യൂസിക്കിന്റെ ഗാനമേളയും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫുഡിന്റെ കാര്യത്തിൽ സോൾട്ട് ഒരു സ്വർഗം തന്നെയാണ്. 300-ൽ പരം കൊതിയൂറും വിഭവങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.